ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടാ. എന്ത് ഇത്ര സുന്ദരമായിട്ടിരിക്കുന്നു? ഓ അങ്ങനെയാണല്ലേ. അല്ല, എനിക്കൊന്ന് കണ്ടപ്പോഴേ ഒന്ന് പറയാൻ തോന്നി. അപ്പോൾ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റല്ലേ? അതാണോ ഒന്ന് പറഞ്ഞത്? ഗാന്ധിജി? ഓ അത് ശരിയാണ്. എന്താ ആർക്കെങ്കിലും വെയിറ്റിംഗ് ആണോ? ഫ്രണ്ടാ? വോളണ്ടിയറായിട്ടോ. അപ്പോൾ ഫ്രണ്ട് വരുന്നവരെ ഇവിടെ ഇരുന്നോട്ടോ. ബുദ്ധിമുട്ട്? പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് സേഡോ. എനിക്ക് സുന്ദരമായിട്ടോ പിള്ളേർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ എനിക്ക് സേഡോ. വേറൊരു അസുഖമൊന്നുമല്ല. എനിക്ക് അവരോട് ഒരു ജസ്റ്റ് ഒരു കൂട്ട് കൊടുക്കണം. മനസ്സിലായി തന്നെ? ഇവിടെ ഫുള്ള് എറുമ്പാണല്ലേ. ഓ സോറി കേട്ടോ, സ്വീറ്റായിട്ട് നീ ഇരിക്കുന്നുണ്ടായിരിക്കും. ഏത്? കോച്ചിങ്ങിനൊന്നും പോകണില്ല. ഇങ്ങനെ സുന്ദരി പിള്ളേരാണ്. മനസ്സിലായി? ജസ്റ്റ് എന്നെ നോക്ക്. പിന്നെ നോർമലി ഗേൾസ് ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടുമ്പോഴേ സുന്ദരിയാണ്. നീയും കൂടി ഇങ്ങനെ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയാൽ അത് പുറമേയുള്ള ബോയ്സിന് അത് ശരിയാവത്തില്ല കേട്ടോ. എല്ലാവരും എന്നെ പോലെ ഇനി പിള്ളേർ വന്നു ചോദിക്കും. അതുകൊണ്ട് ബ്ലാക്ക് ഡ്രസ്സ് അവോയ്ഡ് ചെയ്യണേ. ശരിയാണ്. ഇവിടെ പേര് പറഞ്ഞല്ലോ, ദേവിക. ദേവിയുടെ പുറമുണ്ട് കേട്ടോ. മറ്റേരുള്ള വേറെ കേട്ടോ കേട്ടോ. സ്ഥലം എവിടെയാണ്? പട്ടിയൂർക്കാവല്ലേ? ഓക്കെ, ശരി പോട്ടോ. കുഴപ്പമൊന്നും ആയില്ലല്ലോ. സത്യങ്ങൾ വിളിച്ച് പറയണം, അല്ലെങ്കിൽ തെറ്റാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ശരി പോട്ടോ. വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? വിഷമായ എന്നെ വിളിക്കുവേനെ ഇല്ലേ? വേണ്ടേ? പോട്ടോ. ഞാൻ ഫോണിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ലേ? ഉറപ്പായിട്ട് പോട്ടോ. ശരി ബൈ. പറ്റിക്കാൻ എടുത്താലോട്ടോ. കണ്ടായിരുന്നോ? കണ്ടല്ലേ? എല്ലാവരും ചെറിയ ടാറ്റ കളി. ഹായ്. എന്നെ കണ്ടപ്പോഴേ ഒരു കാര്യം പറയേണ്ടി തോന്നി, അതാണ് വന്നത്. ഏല വീർക്കുന്നതാ? വീർക്കും. എനിക്കൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ആ തട്ട ഒന്ന് ഇടുമോ? ഞാൻ പറയട്ടോ, ഒരു കാര്യം പറയട്ടോ. എൻ്റെ തട്ട ഇട്ട് കഴിയുമ്പോൾ എൻ്റെ സാറേ പിന്നെ ചുറ്റുകളൊന്ന് തട്ടയിട്ട് ഇന്നെ കണ്ടപ്പോൾ എനിക്ക് മുകളിൽ പോയിട്ട് വന്നാണെങ്കിൽ തട്ടയിട്ട് ഇത്ര ലുക്കുള്ള പിള്ളേർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം. ഇതിൽ സിനിമയിലെല്ലാം ഉണ്ടോ? ഏത് സിനിമയില്? കുറേ സിനിമയിലുണ്ടോ? എൻ്റെ ഒരു ഫിലിമിൽ ഞാൻ ചാൻസ് കേട്ടോ. ഹീറോ ഞാൻ, ഹീറോയിൻ ഞാൻ. ഇതാണ് ഓക്കെയാണോ? ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു. ഇത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇനി ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഇനി പേടിക്കണം കേട്ടോ. ഈ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. വിളിക്കുമോ? ഉറപ്പാണോ? അപ്പം എൻ്റെ നമ്പർ ആരുണ്ട്? ശരി പോട്ടോ. വേണ്ടേ? അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് കേട്ടോ. വേണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞേ, എന്നെ സങ്കടപ്പെടുത്തില്ലേ? ശരി പോട്ടോ. സംഭവം ജസ്റ്റ് പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് എടുത്തേനെ കേട്ടോ. ക്യാമറ ഓക്കെ അല്ലേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു ഫോട്ടോ എടുത്ത് തരും. ഒരു ഫോട്ടോ എടുത്ത് തരും പ്ലീസ്. 2 ഫോൺ, പക്ഷെ ഫോട്ടോ എടുക്കാൻ ആളില്ല. ഇപ്പൊ ഇപ്പുറത്തേക്കോ? ഇവിടെ ഒരാളിവിടെ ഇവിടെ നിർത്തേ. അങ്ങനെയല്ല, കൊച്ചു ഫോട്ടോ എടു. ഞാൻ ഈ കൊച്ചിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. ജസ്റ്റ് സ്നാപ്പ് ഇടാനാണ്. കാരണം സുന്ദരി പിള്ളേരോട് സ്നാപ്പ് ഇടാനൊരു താല്പര്യം, അതുകൊണ്ടല്ലേ. ഗേൾ ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ. ഗേൾ ഫ്രണ്ട് ഇല്ല. ഇത് പോട്ടോ. താങ്ക് യു, ബൈ. ചുമ്മാ പറ്റിക്കാണ്ട് പ്രാങ്ക് എടുത്തേ. No.
ഹലോ, ഇവിടെ വണ്ടി വയ്ക്കാൻ പറ്റില്ല കേട്ടോ. സിഗ്നലിൻ്റെ അടുത്തുകൊണ്ട് വണ്ടി വെച്ചിട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നോ? ഇപ്പോൾ പോകും. എവിടെയോ കണ്ടുള്ളത് മാസ്ക് പറ്റാമോ? മാറ്റി നോട്ട്. കണ്ടില്ല. പെറ്റി അടിക്കട്ടോ, ഒരു 500 പെറ്റി അടിക്കട്ടോ. ഇപ്പം പോലും സിഗ്നൽ എൻ്റെ ഡാഡി പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായി. അതുകൊണ്ട് കുഴപ്പമില്ല, ഡിസ്കൗണ്ട് ഉണ്ട്. മൂക്കുത്തിടിക്കുന്ന പിള്ളേരാണ് ഡിസ്കൗണ്ട് ഞാൻ. ഞാൻ പൊതുവെ പെറ്റി അടിക്കാറില്ല. നിങ്ങളെ കണ്ടോണ്ട് പെറ്റി അടിക്കാൻ വേണ്ടി തോന്നി. പെറ്റി അടിച്ചോട്ടോ, വേണ്ടേ? വണ്ടിയോടെ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? അതിന് പെറ്റി അടിക്കൂല. കാണാൻ കൊള്ളാവുന്ന പിള്ളേർക്ക് പെറ്റി അടിക്കുന്ന എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഞാൻ എടുക്കട്ടെ. എവിടെയാണ് പോകണ്ട? ദൂരെയാണ്. ഞാൻ എടുത്ത് പോകാം. ഇല്ല, പെറ്റി അടിക്കാൻ പോണേ ഞാൻ പറയണം, എന്നാലേ പെറ്റി അടിക്കില്ല. കേടില്ല, വണ്ടി എടുത്തോളാം. ഓക്കെ. എന്നാ മനസ്സെടുക്കാൻ പറ്റും നിങ്ങൾക്ക്? വണ്ടി മാത്രം എടുത്താൽ മതി, എൻ്റെ മനസ്സൊക്കെ എടുക്കണ്ടേ? വേണ്ടേ? ചെയ്തോട്ടോ, ഇത് പോട്ടോ. നിങ്ങൾക്ക് പെറ്റി എന്തായാലും അടിക്കില്ല, ഉറപ്പാണ് കേട്ടോ. ഞാൻ ഗ്യാരണ്ടിയാണ്. എൻ്റെ ഡാഡി ഞാൻ പറഞ്ഞത്, ഡാഡി പോലീസിലാണ്. അപ്പോൾ മൂക്കൂത്തിട്ട് പിള്ളേർക്ക് പെറ്റി അടിക്കാറില്ല. ശരി, ബൈ, പോട്ടോ. ഓക്കെ.